സന്തോഷ് ജി, നമുക്കെല്ലാവർക്കും സന്തോഷ് ജിയെ കുറിച്ച് അറിയാം. പ്രണവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സന്തോഷ് ജിയെ നമുക്ക് കുറേ കാലമായിട്ട് അറിയാം. അപ്പോൾ സന്തോഷ് ജിയുടെ ഫാമിലിയെ കൂടെ ഒന്ന്. ഇത് അമ്മ. ഓക്കെ. അമ്മയുടെ പേര് ഓമന. അച്ഛൻ മരിച്ചിട്ട് 13 വർഷമായി. അപ്പോൾ KK രാജൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇത് ഭാര്യ രമ്യ എന്നാണ് പേര്. അപ്പോൾ ഇതാണ് മോൻ ശിവ സന്തോഷ് എന്നാണ് പേര്. അതുപോലെ തന്നെ മോള് ലക്ഷ്മി സന്നിധി. ഞങ്ങൾ അങ്ങനെ ഈ പ്രണവവേദയുടെ ഭാഗമായിട്ട് അങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരുടെ കടാക്ഷത്താൽ ഇങ്ങനെ പയ്യെ യാത്ര ചെയ്യുകയാണ്. വർഷങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ. അവരുടെ കണ്ടെത്തലാണ് ഈ പ്രണവവേദയുടെ വൈഭവം. ശരിക്കും ഇങ്ങനെ ഒരു ലൈഫ് അല്ല എങ്കിൽ നമുക്കാർക്കും ഇത് കണ്ടെത്താൻ പറ്റില്ല. കാരണം ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു തലത്തിലാണ് നമ്മൾ ഇതിനൊക്കെ ചിന്തിക്കുന്നത്. എപ്പോഴും എൻ്റെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ ഇതെല്ലാം റീഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്, പുതുതായിട്ടൊന്നും കണ്ടെത്തിയതല്ല. പക്ഷേ ഈ കണ്ടെത്തലുകൾ, നമ്മൾ ഈ റീഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഇത്രയും വലിയ ഈ വേദരഹസ്യത്തിൻ്റെ പിന്നിലെ ഇടവും വലവും എല്ലാം നിൽക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ ഈ 2 മക്കളും. സന്തോഷ് ജിയെ കുറിച്ച് ഇപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? സന്തോഷ് ജി കണ്ടെത്തിയ കാര്യങ്ങളും പ്രണവവേദത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ടുള്ള ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഈ ഒരു പ്രണവവേദത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴും മകൻ എന്നുള്ള നിലയ്ക്ക് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അറിവുള്ളവരെല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ട്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛൻ തന്നെ നല്ല അറിവുള്ള ആളായിരുന്നു, എല്ലാ ഫീൽഡിലും നല്ല അറിവുള്ള ആളായിരുന്നു. അന്നൊക്കെ അവൻ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നടന്നിരുന്നു. പിന്നീട് എല്ലാം കൂടി ഒന്നിച്ചു കൂട്ടി ഒന്ന് തകർക്കുകയാണ് ചെയ്തത്. അതെ, അതിന് മോഹൻജി, എൻ്റെ അനിയൻ വിജയൻ കമ്മട്ടം, ഫാദർജി, ബഹുമാനപ്പെട്ട ഫാദർജി, എല്ലാവരും പിന്നിലുള്ളത്. അതാണ് അവന് ഏറ്റവും വലിയ കരുത്തും അറിവും. അറിവുള്ളവർ കേൾക്കുമ്പം മാത്രമേ അറിവുള്ളവരെ പറ്റി അറിയാൻ പറ്റുള്ളൂ. അറിവില്ലാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനെ കേൾക്കുമ്പോഴാണ് സന്തോഷം എവിടെ എത്തി എന്തറിയാം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സന്തോഷിനെ നയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടും മോള. എന്നുവെച്ചാൽ ഒരു പരാതിയില്ല, ഒരു പരവുമില്ല, ഒരാവശ്യങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെ എല്ലാത്തിലും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയതിൻ്റെ ഒരൊറ്റ ആണ്. അത് രമയ്ക്കാണ് കൂടുതലും ക്രെഡിറ്റ് അതിന്. അത്രയ്ക്ക് മാത്രം സഹിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ എത്രത്തോളം ഉണ്ട്. ഈ ഒരു ഇതുവരെയുള്ള ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ജേണിയിൽ എന്താണ് സന്തോഷ് ജിയുടെ വൈഫ് എന്ന നിലയ്ക്ക് പറയാനുള്ളത്? ആ ഒരു എക്സ്പീരിയൻസ്, പോയിട്ടുള്ള ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് പറയാം. സന്തോഷ് ജിയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് എനിക്ക് നല്ല അഭിമാനമുണ്ട്. എൻ്റെ അമ്മയും ചേച്ചിമാർക്കും ഒക്കെ നല്ല അഭിമാനത്തോടു കൂടിയാണ് സന്തോഷ് ജിയുടെ വാക്കുകളൊക്കെ കേട്ടിരിക്കുന്നത്. സന്തോഷ് ജി കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ടിരിക്കാൻ വരെ ഞങ്ങൾക്കറിയില്ലാത്ത പോലെയാണ്. പിന്നെ ഞങ്ങളുടെ ഇടയിലുള്ളവർക്ക് തന്നെ സന്തോഷ് ജി എന്താ ചെയ്യുന്നതെന്നറിയില്ല. കണ്ടുപിടുത്തങ്ങൾ പുറത്തേക്ക് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായത് വലിയ ജ്ഞാനം പുറം ലോകത്തിന് പ്രകാശം പോലെ പകർത്തി കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. സന്തോഷ് ജിയുടെ മക്കൾക്ക് എന്താ പറയാനുള്ള ഇതിനെക്കുറിച്ച്? 2 പേര്. ഹലോ, നമസ്തേ. മോക്ക് എന്താ പറയണ്ടേ? എൻ്റെ അച്ഛടെ കണ്ടെടുത്തിൽ കുറേ അഭിമാനമുണ്ട്, പ്രൗഡാണ്. ഫ്രണ്ട്സൊക്കെ ചോദിക്കുമോ
ഫ്രണ്ട്സിനൊക്കെ അറിയോ അച്ഛൻ എന്താ ചെയ്യുന്നത്? അപ്പം എന്താ പറയും? അമ്മയൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും ചോദിക്കില്ലേ? അങ്ങനെ യൂട്യൂബിൽ അച്ഛനെ കാണാനായിട്ട് യൂട്യൂബിലൊക്കെ ചോദിക്കും, ഇങ്ങനെ യൂട്യൂബ് ഉണ്ടോന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യോ? പറയാറുണ്ട് എന്തെങ്കിലും? അത് കാണണമെന്ന് പറയാറുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അത്യാവശ്യം പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതെയോ? ലക്ഷ്മി സന്നിധി. ആ, അത് ഈ പ്രണവവേദത്തെ കുറിച്ച് തന്നെയാണോ? കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം മോനോടും ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഇതിനെക്കുറിച്ച്? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ചോദിക്കും, നിൻ്റെ അച്ഛൻ എന്താ ജോലി, നിൻ്റെ അമ്മയ്ക്ക് എന്താ ജോലി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പം എന്താ പറയും? സംബന്ധമായ സംഭവം അറിയാം. അപ്പം അവരിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എല്ലാം പോസിറ്റീവാണ്. ശിവ എൻ്റെ കൂടെ, എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിലെ ശിവയാണ്. ശിവയുടെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു ആവശ്യം പോലും ശിവയുടേതായിട്ടില്ല. ശിവയ്ക്ക് അല്ലാത്തൊരു എന്താ പറയണേ, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ശരിക്കും ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സന്തോഷ് ജി വന്നിട്ട് ലൈഫ് തന്നെ ഇതിനു വേണ്ടി ഉഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ മക്കളോടാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അവര്. അതെ. ഞങ്ങൾ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. കാര്യം ഇന്നത്തെ കാലഘട്ടത്തില് പ്രണവവേദം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ? അച്ഛൻ എന്താ പണി എന്നൊക്കെ അങ്ങനെയൊക്കെ. മീൻസ് ഇന്നും ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു കുടുംബമുണ്ട് അവര്. പക്ഷെ അതിന്റെ മൂല്യം അറിഞ്ഞൂടാത്തവരായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. അല്ല, എന്നാലും ആളുകൾ ചിന്തിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ കുറേ നാൾ പറയുമായിരുന്നു കഥ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയും നാളായിട്ടും കഥ പുറത്തു വരില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ഇത് വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് ഇത് പുറത്തു വരും. ഇങ്ങനെ നമുക്ക് ഇത്രയും ലോങ് ടൈമിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിത്തീരുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കണ്ടെത്തലുകളുടെ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഗുഹാവാസിയെ പോലെ മാസങ്ങളോളം വർഷങ്ങളോളം ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് മറ്റൊന്നും ചെയ്യാതെ. നമ്മളിപ്പോൾ വേദം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുള്ളൂ. കാരണം ഈ കാലഘട്ടം അതാണ്. അതെ, മക്കൾക്ക് അഭിമാനിക്കാൻ. കാര്യം ഈ ഒരു ജനറേഷന് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ ഈ പ്രണവ വേദം എന്ന മാർഗം ഈ ജനറേഷൻ ആദ്യമായിട്ടത് അവർ തന്നെയാണ് എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ഈ ഒരു ജനറേഷന് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും. ഞാൻ പ്രണവവേദത്തിൻ്റെ ഈ തിയറിയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് വെജ് അയാളായിരിക്കുന്നത്. എന്നെക്കാൾ മുമ്പേ എൻ്റെ മോനും എൻ്റെ മോളും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രണവവേദത്തിലൂടെ തന്നെ അവരുടെ ലൈഫ്, അവർ ഒരു ഇത് ഭക്ഷണ രീതിയിലായാലും ആചാര രീതിയിലായാലും എല്ലാവരോടും ഇടപെടുന്ന രീതിയിലായാലും എല്ലാം ആ ഒരു രീതി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണവവേദം പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ വേൾഡിൽ ഇപ്പോൾ ഒരു സമൂഹമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലോകം മൊത്തം ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും എല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിൽ പലരും പറയും മതേതര രാജ്യമാകണം, ജാതി വ്യത്യാസമില്ലാത്ത അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു രാജ്യമാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം വേണം, എല്ലാ മനുഷ്യനും ഒരേപോലെ പലരും പലയിടത്തും പ്രസംഗിക്കും. പക്ഷേ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി അതൊക്കെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലം ലോകം അങ്ങനെ ആയി തീരാൻ വേണ്ടി പ്രയത്നിക്കുന്ന 2 ആൾക്കാരെ ഞാൻ കണ്ടുകിട്ടി. അതിൽ വലിയ സന്തോഷമുണ്ട്. ഒന്ന് എൻ്റെ ഗുരു മനോജ് അങ്കിള്, ഒന്ന് ഫാദർ മനോജ്. അതെ, പിന്നെ ഒന്ന് സന്തോഷം. തീർച്ചയായിട്ടും ഫാദറെ എനിക്കൊരു വലിയ പ്രചോദനവും, ഞാൻ ഒരേ സമയം എൻ്റെ ഗുരുവായിട്ടും എൻ്റെ ബ്രദറായിട്ടും എൻ്റെ എല്ലാം എന്താ പറയണേ, എൻ്റെ കൂടെ എൻ്റെ യാത്രകളിൽ എന്നും ഉണ്ടാകും. എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കാൻ പ്രേരണയാകുന്ന ഒരു ചാലകശക്തിയായിട്ട് മാറിയിട്ടുള്ള മനോജിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക്, ആ നന്മയ്ക്കൾക്ക്, ആ നന്മയുള്ള മനസ്സിനും ഞാനും ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്.
കാരണം മതത്തിൻ്റെ മതിലിടിച്ച് ചാടിക്കടന്ന് മതത്തിലേക്കല്ല, മാനവികതയിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക് എത്തിയതിന് ഇതൊരു അവതാരത്തിൻ്റെ വരവായിട്ട് ഞാനും കാണുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, മതേതര രാജ്യം ഉണ്ടാകട്ടെ, സമചിത്തതയോടെ എല്ലാവരും ചിന്തിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1-2 പേര് കേൾക്കുന്നവർ പറയാം അതെ അങ്ങനെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പം ആദ്യമെല്ലാം നമ്മളെ കളിയാക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ ചെയ്യുന്നേ, വേറെ പണിയില്ലേ, അങ്ങനെയുള്ള രീതിയിൽ. പക്ഷേ അതൊന്ന് ചെറിയൊരു ഇത് കടന്ന് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന അതുവരെയുള്ള ആ ഒരു സ്ട്രഗിൾ, ആ ഒരു ടൈം അതത്ര ചെറുതല്ല. അല്ല, പക്ഷേ ഇത് വളരെ വേഗത്തിൽ സാധ്യമാകും, വളരെ വേഗത്തിൽ സാധ്യമാകും. മനന വേഗത്തിലാണ് ഇതിൻ്റെ റിസൾട്ട് നേരത്തെ ഫലിച്ചത്. ശ്രീരാമ സിദ്ധാന്തത്താൽ ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ സിദ്ധാന്തമാണ് ലോകത്തെ മനന വേഗത്തിൽ മാറ്റിമറിച്ചത്. യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസ്സിൻ്റെ ലോകത്തു നിന്നും ധാന്യത്തിൻ്റെ ലോകത്തിലേക്ക്, ശാസ്ത്രത്തിൻ്റെ ലോകത്തു നിന്നും ശാസ്ത്രത്തിൻ്റെ ലോകത്തിലേക്ക് മനന വേഗത്തിൽ, അഗ്നിയുടെ വേഗത്തിൽ, മനസ്സിൻ്റെ വേഗത്തിൽ മനുഷ്യരെ മാറ്റിമറിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സിദ്ധാന്തം ഫാദർ മനോജിയും അതുപോലെയുള്ള മഹത് വ്യക്തികളും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതെ, തീർച്ചയായിട്ടും ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ലക്ഷ്യത്തിലെത്തും. ഇത് ലോകത്തിന് വീണ്ടും സ്വസ്തികത്തെ കാണുവാൻ സാധ്യമാകും. അശോകചക്രം വാനിലുയരട്ടെ. ലോകത്തിൻ്റെ ശോകത്തെ മായ്ക്കുന്ന ഭാരതത്തിൻ്റെ അശോകചക്രത്തിൻ്റെ കീഴിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വഗുരു പദവിയിലേക്ക് ഉയരാൻ ഇത് ഇടയാവട്ടെ. ഒരുപാട് നന്ദി.